തിരുവനന്തപുരം എവിടെയാ? അത് BJP-യെ സഹായിക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇപ്പോ ഫ്രണ്ട് റൺ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് അതിലുള്ള ആവലാതിയാണ്. ആ ആവലാതി LDF-ൽ നിന്ന് സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുമോ UDF പിടിച്ചെടുക്കുമോ എന്നുള്ള ആവലാതിയിലോ ആശങ്കയിലുമാണ് BJP-യെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി കോൺഗ്രസ് ഇതിന്റെ ഒരു ഫ്രണ്ട് റണ്ണറാണ് കോർപ്പറേഷനിൽ. നല്ല മാറ്റമുണ്ട്. ഞാൻ ഇന്ന് കാലത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ ഗ്രൗണ്ടിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നട്ടുച്ചയാണെന്നോ വെയിലാണെന്നോ രാത്രിയാണെന്നൊന്നുമില്ല. സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഗവൺമെന്റിനെതിരാണ്. അപ്പം BJP-യെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ആ ഡീൽ ഇപ്പൊ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ഓപ്പണായി വരികയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ മറുപടി കേട്ടില്ലേ? ബ്രിട്ടാസിന് നന്ദി പറയാൻ. അപ്പൊ ഇനി BJP-ക്ക് തിരിച്ചൊരു നന്ദി പറയാനുള്ള അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാനൊരു കാര്യം, എനിക്ക് പാർട്ടി സ്റ്റാൻഡിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ എനിക്ക് വേറൊരു സ്റ്റാൻഡില്ല. ഞാൻ പൂർണ്ണമായിട്ടും പാർട്ടി തീരുമാനത്തിനൊപ്പം തന്നെ. കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി ചെയ്തില്ലേ? ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം നടന്നിട്ട് ദ മാൻ ബീയിങ് ദ പാർട്ടി ഡിസ്ട്രിക്ട് സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതുവരെ ഒരു നടപടിയെടുക്കാത്ത CPM, അത് കർണാടകയിലൊന്നും അല്ലല്ലോ, കേരളത്തിൽ തന്നെയല്ലേ? അപ്പൊ CPM എന്ത് നടപടി അത്ര കാര്യത്തിൽ എടുത്തത്? ഒരു ഗവൺമെന്റിന്റെ വലിയ അധികാരമുള്ള ഒരു ബോർഡിന്റെ തലപ്പത്തിരുന്ന ഒരാള് ശബരിമല കൊള്ളയ്ക്ക് ഇപ്പൊ അറസ്റ്റിലാണ്, ജയിലിലാണ്. ഒരു നടപടിയും CPM എടുത്തിട്ടില്ല. അത് കർണാടകയിലായിട്ടല്ലല്ലോ. ഇപ്പൊ ഓരോന്നിനും ഓരോ ന്യായം. പാർട്ടി മെമ്പറല്ല, ജനപ്രതിനിധിയല്ല, ന്യായങ്ങൾ തിരിച്ചും മറിച്ചും പറയാം. പക്ഷെ ക്യാപ്സ്യൂളുകളൊന്നും പഴയ പോലെ കച്ചവടമായി പോകുന്നില്ല. CPM എക്സ്പോസ്ഡ് ആണ് ശബരിമല കേസിൽ. ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ വിഷയം മറ്റേ ശബരിമല പ്രശ്നം തന്നെയാണ്. കാരണം ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഇരുന്നിട്ട് ശബരിമല അയ്യന്റെ സ്വർണം കട്ടിട്ട് അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു നടപടി എടുക്കാതെ ഒന്നും സംഭവിക്കാത്ത പോലെ കോടതി മേൽനോട്ടുള്ളത് കൊണ്ട് അത് പുറത്തു വന്നത് പോലും നേരത്തെ ഇവർ അറിഞ്ഞതാണ്. ഒരു കാരണവശാലും മലയാളിക്ക് ഇത് പൊറുക്കാൻ കഴിയില്ല ഗവൺമെന്റ് ചെയ്തത്.